ഇന്ത്യൻ ഇ-കൊമേഴ്സ് വിപണിയുടെ ചരിത്രത്തിൽ സ്നാപ്ഡീൽ എന്ന പേര് ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നു. ഫ്ലിപ്കാർട്ടും ആമസോണും തമ്മിലുള്ള പോരാട്ടത്തിൽ മൂന്നാമത്തെ ശക്തിയായിരുന്ന അവർ ഒരു കാലത്ത് $6.5 ബില്യൺ വരെ മൂല്യമുണ്ടായിരുന്ന ഒരു ഭീമനായിരുന്നു. എന്നാൽ ഇന്ന് അതിന്റെ നിഴൽ മാത്രമാണ് അവശേഷിക്കുന്നത്. എങ്കിലും പൂർണ്ണമായി ഇല്ലാതാകാതെ പുതിയൊരു വഴി തേടി മുന്നോട്ടു പോവുകയാണ് അവർ. എന്താണ് സ്നാപ്ഡീലിന് സംഭവിച്ചത്? അതറിയണമെങ്കിൽ അതിന്റെ കഥ തുടക്കം മുതൽ പറയണം. 2010 ഫെബ്രുവരിയിൽ കുനാൽ ബഹലും രോഹിത് ബൻസലും ചേർന്നാണ് സ്നാപ്ഡീലിന് തുടക്കമിട്ടത്. അന്ന് ഇന്നത്തെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിരുന്നില്ല അത്. ഗ്രൂപ്പോൺ എന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ ഒരു ഡെയിലി ഡീൽസ് വെബ്സൈറ്റാണ് ആരംഭിച്ചത്. യാത്ര, ആരോഗ്യം, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവയിൽ വലിയ ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ആശയം വിജയകരമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് വലിയൊരു ഉപഭോക്തൃ അടിത്തറയുണ്ടാക്കാൻ സാധിച്ചു. തുടക്കത്തിൽ തന്നെ വലിയ നിക്ഷേപകരുടെ ശ്രദ്ധ നേടാനും അവർക്കായി. 2011 ആയപ്പോഴേക്കും സ്നാപ്ഡീലിന്റെ സ്ഥാപകർ ഒരു നിർണായക തീരുമാനമെടുത്തു. ഇന്ത്യയിലെ ഇ-കൊമേഴ്സിന്റെ ഭാവി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു വിപണിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അതിനാൽ ഡീൽസ് പ്ലാറ്റ്ഫോം എന്ന ആശയം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസിലേക്ക് മാറാൻ അവർ തീരുമാനിച്ചു. ഈ മാറ്റം അസാധാരണമായിരുന്നു. കാരണം അന്ന് ഡീൽസ് ബിസിനസ്സിൽ അവർക്ക് മികച്ച വിജയം നേടാൻ സാധിച്ചിരുന്നു. പക്ഷേ ദൂരവ്യാപകമായ ഒരു കാഴ്ചപ്പാടോടെ ഈ മാറ്റം അവർ നടപ്പിലാക്കി. ഈ തീരുമാനം സ്നാപ്ഡീലിനെ ഇന്ത്യൻ ഇ-കൊമേഴ്സ് വിപണിയിൽ ഒരു വലിയ ശക്തിയാക്കി മാറ്റി. 2012 മുതൽ 2015 വരെയുള്ള കാലഘട്ടം ഇന്ത്യൻ ഇ-കൊമേഴ്സിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്നാപ്ഡീൽ എന്നീ 3 ഭീമന്മാർ പരസ്പരം പോരാടി. ഈ മത്സരം ഉപഭോക്താക്കൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി. കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകൾ, വലിയ ഡിസ്കൗണ്ടുകൾ, സൗജന്യ ഡെലിവറി എന്നിവയെല്ലാം ഈ കമ്പനികൾ മത്സരിച്ച് നൽകി. സ്നാപ്ഡീൽ ഈ മത്സരത്തിൽ 2ാമത്തെ സ്ഥാനത്തേക്ക് ഉയർന്നു. 2014 ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഫ്ലിപ്കാർട്ടിന് 44% വിപണി വിഹിതമുണ്ടായിരുന്നപ്പോൾ സ്നാപ്ഡീലിന് 32% ഉണ്ടായിരുന്നു. 2013 ഇന്ത്യയിലെത്തിയ ആമസോൺ അന്ന് 15% വിഹിതവുമായി 3ാം സ്ഥാനത്തായിരുന്നു. ഈ കാലഘട്ടത്തിൽ സ്നാപ്ഡീൽ വൻതോതിൽ പണം ചെലവഴിച്ചു. ബ്രാൻഡ് മൂല്യം വർദ്ധിപ്പിക്കാൻ അവർ ബോളിവുഡ് താരം ആമിർ ഖാനെ ബ്രാൻഡ് അംബാസഡറാക്കി. ദിൽ കി ഡീൽ എന്ന ടാഗ്ലൈൻ വളരെ ജനപ്രിയമായി. വലിയ നിക്ഷേപകരിൽ നിന്ന് അവർക്ക് കോടികൾ ഒഴുകിയെത്തി. സോഫ്റ്റ് ബാങ്ക്, അലിബാബ ഗ്രൂപ്പ്, ഫോക്സ്കോൺ, ബ്ലാക്ക് റോക്ക്, ടെമാസെക് ഹോൾഡിംഗ്സ് തുടങ്ങിയ ആഗോള നിക്ഷേപകർ സ്നാപ്ഡീലിൽ പണം മുടക്കി. 2015 $500 മില്യൺ ഫണ്ടിംഗ് ലഭിച്ചതോടെ കമ്പനിയുടെ മൂല്യം $6.5 ബില്യൺ ആയി. ഈ വളർച്ചയുടെ പിന്നിൽ ഒരു വലിയ തന്ത്രമുണ്ടായിരുന്നു. ആമസോണിനെയും ഫ്ലിപ്കാർട്ടിനെയും പോലെ ഒരു സമ്പൂർണ്ണ ഇക്കോസിസ്റ്റം കെട്ടിപ്പടുക്കാനാണ് സ്നാപ്ഡീൽ ശ്രമിച്ചത്. ഇതിനായി അവർ നിരവധി കമ്പനികളെ ഏറ്റെടുത്തു. മൊബൈൽ വാലറ്റ് സ്ഥാപനമായ ഫ്രീ റീചാർജിനെ $400 മില്യൺ അവർ സ്വന്തമാക്കി. ഇത് അക്കാലത്തെ ഏറ്റവും വലിയ ഏറ്റെടുക്കലുകളിൽ ഒന്നായിരുന്നു. ലോജിസ്റ്റിക്സ് കമ്പനിയായ ഗോജാവസ്, വെയർഹൌസ് മാനേജ്മെന്റ് കമ്പനിയായ യൂണികൊമേഴ്സ് എന്നിവയും അവർ ഏറ്റെടുത്തു. തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ വിൽപ്പന നടത്തുന്ന ചെറുകിട വ്യാപാരികൾക്ക് ധനസഹായം നൽകുന്ന ക്യാപിറ്റൽ അസിസ്റ്റ് പോലെയുള്ള പദ്ധതികളും അവർ ആരംഭിച്ചു. എന്നാൽ ഈ കുതിച്ചുചാട്ടത്തിന് പിന്നാലെ കമ്പനിയിൽ പല പ്രശ്നങ്ങളും ഉടലെടുത്തു. സ്നാപ്ഡീലിന്റെ പ്രധാന വരുമാന മാർഗം വിൽപ്പനക്കാരിൽ നിന്ന് ഈടാക്കുന്ന കമ്മീഷനായിരുന്നു. പക്ഷേ ആമസോണും ഫ്ലിപ്കാർട്ടും ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോയപ്പോൾ സ്നാപ്ഡീൽ പ്രധാനമായും വിൽപ്പനക്കാരെ ആശ്രയിച്ചു. ഇത് ഉപഭോക്തൃ അടിത്തറ ദുർബലമാക്കുന്നതിന് കാരണമായി. വിൽപ്പനക്കാരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ സ്നാപ്ഡീലിന് ശ്രദ്ധ കുറഞ്ഞു. ഇത് ഉപഭോക്താക്കൾക്കിടയിൽ അവിശ്വാസം വളർത്തി. കമ്പനി നടത്തിയ ഏറ്റെടുക്കലുകൾ ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത്. ഇത്രയധികം കമ്പനികളെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്നത് സ്നാപ്ഡീലിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കി. ഫ്രീ ചാർജിനെ പോലുള്ള വലിയ സ്ഥാപനങ്ങളെ പോലും വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിനിടെ ആമിർ ഖാൻ ഒരു രാഷ്ട്രീയ പ്രസ്താവന നടത്തി. രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിച്ചു വരുന്നതിനാൽ ഇന്ത്യയിൽ നിന്ന് മാറി താമസിക്കാൻ ഭാര്യ നിർദ്ദേശിച്ചതായി ആമിർ ഖാൻ പറഞ്ഞു. ഇതിനുശേഷം സ്നാപ്ഡീലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ക്യാമ്പയിൻ നടന്നു. ഇത് കമ്പനിയുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായി. ആളുകൾ സ്നാപ്ഡീൽ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ ഉയർത്തി. ഇതെല്ലാം സ്നാപ്ഡീലിന്റെ വളർച്ചയെ കാര്യമായി ബാധിച്ചു. അതോടൊപ്പം വിപണിയിലെ കടുത്ത മത്സരത്തിൽ ഫ്ലിപ്കാർട്ടും ആമസോണും വൻ തുക മുടക്കി. സ്നാപ്ഡീലിന് അവരുടെ വേഗതയ്ക്കൊപ്പം എത്താൻ കഴിഞ്ഞില്ല. 2016 ആയപ്പോഴേക്കും കമ്പനിയുടെ വരുമാനം 30% കുറഞ്ഞു. ലാഭമില്ലാത്തതിനാൽ നിക്ഷേപകരുടെ പണം അതിവേഗം തീർന്നു. കമ്പനിയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞു. ഒരു കാലത്ത് $6.5 ബില്യൺ മൂല്യമുണ്ടായിരുന്ന സ്നാപ്ഡീലിന്റെ അവസ്ഥ ദയനീയമായി. 2017 സ്നാപ്ഡീൽ അതിന്റെ നിലനിൽപ്പിനായി ഒരു വഴി തേടി. അവരുടെ ഏറ്റവും വലിയ നിക്ഷേപകരായ സോഫ്റ്റ് ബാങ്ക് ഫ്ലിപ്കാർട്ടുമായി ലയിക്കാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അന്ന് ഫ്ലിപ്കാർട്ടും സോഫ്റ്റ് ബാങ്കിന്റെ നിക്ഷേപം സ്വീകരിച്ചിരുന്നു. ഈ ലയനം വഴി ആമസോണിനെതിരെയുള്ള ഇന്ത്യൻ ശക്തിയായി ഫ്ലിപ്കാർട്ടിന് മാറാമായിരുന്നു. ഏകദേശം $950 മില്യൺ ഓഫറാണ് ഫ്ലിപ്കാർട്ട് മുന്നോട്ട് വെച്ചത്. സ്നാപ്ഡീലിനെ ഏറ്റെടുക്കാൻ ആമസോണും ശ്രമിച്ചിരുന്നു.
ദൈർഘ്യമേറിയ ചർച്ചകൾക്ക് ശേഷം ഈ ലയനം നടക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ 2017 ജൂലൈയിൽ സ്നാപ്ഡീൽ ഈ ലയനത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു. കമ്പനിയുടെ സ്ഥാപകരായ കുനാൽ ബഹലും രോഹിത് ബൻസലും ഇതിനെതിരായിരുന്നു. കമ്പനി സ്വന്തമായി മുന്നോട്ടു പോകുമെന്നും ലയനം വേണ്ടെന്നും അവർ തീരുമാനിച്ചു. ഈ തീരുമാനം നിക്ഷേപകരെയും ജീവനക്കാരെയും ഒരുപോലെ ഞെട്ടിച്ചു. പല ഉന്നത ഉദ്യോഗസ്ഥരും കമ്പനി വിട്ടുപോയി. സ്നാപ്ഡീലിന്റെ മൂല്യം അതിവേഗം $1 ബില്യൺ താഴെയെത്തി. ഫ്ലിപ്കാർട്ടിലെ ലയനം പൂർത്തിയാക്കിയിരുന്നുവെങ്കിൽ പല നിക്ഷേപകർക്കും നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ സ്ഥാപകരുടെ പിടിവാശി കാരണം അത് നടന്നില്ലെന്ന് പലരും വിമർശിച്ചു. ലയനം പരാജയപ്പെട്ടതോടെ സ്നാപ്ഡീൽ അതിജീവനത്തിനായി ഒരു പുതിയ തന്ത്രം ആവിഷ്കരിച്ചു, സ്നാപ്ഡീൽ 2.0. ഇതിന്റെ പ്രധാന ലക്ഷ്യം നഷ്ടമുണ്ടാക്കുന്ന ബിസിനസ് യൂണിറ്റുകൾ വിറ്റ് കമ്പനിയെ ലാഭത്തിലാക്കുക എന്നതായിരുന്നു. ഇതിന്റെ ഭാഗമായി അവർ ഫ്രീ ചാർജ് ആക്സിസ് ബാങ്കിന് വിറ്റു. ഗോജാവസ്, യൂണികോമേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളെയും വിറ്റഴിച്ചു. ഈ തന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തങ്ങളുടെ ഉപഭോക്താക്കളെ റീഡിഫൈൻ ചെയ്യുക എന്നതായിരുന്നു. ഫ്ലിപ്കാർട്ടും ആമസോണും നഗരങ്ങളിലെ ഉപഭോക്താക്കളെയും വില കൂടിയ ഉൽപ്പന്നങ്ങളെയും ലക്ഷ്യമിട്ടപ്പോൾ സ്നാപ്ഡീൽ വാല്യൂ കൊമേഴ്സ് എന്ന ആശയത്തിലേക്ക് തിരിഞ്ഞു. അതായത് വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ള ഇന്ത്യയിലെ ചെറിയ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. 999 രൂപയിൽ താഴെ വിലയുള്ള ഉൽപ്പന്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. വസ്ത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ, സാധാരണ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. മൊബൈൽ ഫോൺ, വലിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ ലാഭമില്ലാത്ത ബിസിനസ്സുകളിൽ നിന്ന് അവർ പിന്മാറി. ഈ മാറ്റം വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. വരുമാനം വലിയ തോതിൽ കുറഞ്ഞു. പക്ഷെ ചെലവുകൾ കുറച്ച് ലാഭം നേടുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. സ്നാപ്ഡീൽ 2.0 തന്ത്രം പ്രകാരം അവർ വിൽപ്പനക്കാരുടെ എണ്ണം 75% വരെ കുറച്ചു. ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവരെ ഒഴിവാക്കി മികച്ച വിൽപ്പനക്കാരെ മാത്രം നിലനിർത്തി. ഈ മാറ്റങ്ങൾ കാരണം ഒരു കാലത്ത് പ്രതിദിനം 1.2 ലക്ഷം ഓർഡറുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2017 അത് 20,000 കുറഞ്ഞു. എന്നാൽ പിന്നീട് അത് 40,000 ഉയർന്നു. സ്നാപ്ഡീലിന്റെ ഈ പുതിയ വഴി ശ്രദ്ധേയമാണ്. വൻകിട കമ്പനികളോട് മത്സരിച്ച് നിലനിൽക്കാൻ സാധിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തമായി ഒരു സ്ഥാനം കണ്ടെത്താൻ അവർ ശ്രമിച്ചു. വില കുറഞ്ഞ ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ ഇപ്പോൾ മീഷോ പോലുള്ള കമ്പനികളാണ് പ്രധാന പ്ലെയേഴ്സ്. എങ്കിലും തങ്ങളുടെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കില്ലെങ്കിലും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറിയ കമ്പനിയായി തുടരാൻ സ്നാപ്ഡീൽ ശ്രമിക്കുന്നു. ഒരു കാലത്ത് ഇന്ത്യൻ ഇ കൊമേഴ്സിന്റെ രാജാവായിരുന്ന ഒരു കമ്പനി ഇപ്പോൾ അതിജീവനത്തിന്റെ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സ്നാപ്ഡീലിന്റെ കഥ ഒരു സ്റ്റാർട്ടപ്പിന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ യാഥാർത്ഥ്യബോധവും പ്രധാനമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നാപ്ഡീലിന്റെ ഉയർച്ചയും താഴ്ചകളും ഇന്ത്യൻ ഇ കൊമേഴ്സ് ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ്. അതിവേഗമുള്ള വളർച്ചയും തന്ത്രപരമായ പിഴവുകളും പിന്നീട് സ്വന്തം വഴി കണ്ടെത്തി മുന്നോട്ടു പോകാനുള്ള ശ്രമങ്ങളും ഈ കഥയെ വ്യത്യസ്തമാക്കുന്നു. ഒരു കാലത്ത് ഫ്ലിപ്കാർട്ടിനും ആമസോണിനും വെല്ലുവിളിയായിരുന്ന അവർ ഇപ്പോൾ അതിന്റെ ചെറിയ പതിപ്പായി നിലകൊള്ളുന്നു. എന്നാൽ അത് പൂർണ്ണമായും അവസാനിച്ച ഒരു കഥയല്ല, മറിച്ച് മറ്റൊരു വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു യാത്രയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.